Hi students, welcome to Sine's classes. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോസ്റ്റ് ഷീറ്റ് എന്ന ഏരിയ ആണ്. ഇത് നോർമലി കോസ്റ്റിങ്ങിൽ വരുന്ന എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പേപ്പർ അല്ലെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന പേപ്പർ വരുമ്പോൾ നമ്മൾ ജനറലി കേൾക്കുന്ന ഒരു 3 ടേംസ് ആണ്. കോസ്റ്റിംഗ് ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ്, then കോസ്റ്റ് അക്കൗണ്ടൻസി. ഇതെല്ലാം നമ്മൾ കോമൺ ആയിട്ട് ഇതിനെ യൂസ് ചെയ്യുന്ന ഒരു പേരാണ്. ബട്ട് കോസ്റ്റിംഗ് എന്നാൽ എന്താണ്? കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മെത്തേഡ് ടു കാൽക്കുലേറ്റ് കോസ്റ്റ്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് പോലെ തന്നെ നമുക്ക് എൻട്രീസും കാര്യങ്ങളും ബുക്സ് ഓഫ് അക്കൗണ്ട്സും എല്ലാം ഉണ്ട്. അത് വേറെ ടോപ്പിക്കുകളിലൊക്കെ നമ്മൾ പഠിക്കും. ഇൻ്റഗ്രേറ്റഡ് അക്കൗണ്ട്സ് എന്നൊക്കെ പറഞ്ഞ ഏരിയാസിലൊക്കെ പഠിക്കും. ഇതിനെ രണ്ടിൻ്റെയും കൂടെ കമ്പൈൻ ചെയ്തല്ലേക്ക് ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. അപ്പോൾ മെത്തേഡ് ടു കാൽക്കുലേറ്റ് കോസ്റ്റ് ആണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെ കോസ്റ്റ് നമ്മൾ എന്തിനാണ് കണക്കാക്കുന്നത്? അപ്പം നമ്മൾ ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് പോകുന്നു. അപ്പം നമുക്ക് ന്യായമായും നമ്മൾ ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നത്? നമ്മളിപ്പം ഓട്ടോയിലാണോ പോകുന്നത്, അല്ലെങ്കിൽ ടാക്സിയിലാണോ പോകുന്നത്, അതർവൈസ് ബസ്സിലാണോ പോകുന്നത്, അല്ലെങ്കിൽ ട്രെയിനിലാണോ പോകുന്നത്? നമ്മൾ ആ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്ത് ആ ഒരു പ്രൊവിഷനൊക്കെ വെച്ചിട്ടല്ലേ പോകത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മളൊരു പ്രോഡക്റ്റ് അല്ലെ സർവീസ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യും. അപ്പോൾ ആ കോസ്റ്റിൽ പിന്നെ എത്രത്തോളം കോസ്റ്റ് കൺട്രോൾ കൊണ്ടുവരാം, കോസ്റ്റ് റിഡക്ഷൻ കൊണ്ടുവരാം, ഇതൊക്കെ നോക്കുന്ന ഒരു ഏരിയയാണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. കോസ്റ്റിംഗ് എന്തിനാന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം. എ എന്ന് പറയുന്ന ഒരു പേഴ്സൺ, ബി എന്ന് പറയുന്ന ഒരു പേഴ്സൺ, ഇവർ രണ്ടുപേരും സെയിം പ്രോഡക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഫോർ എക്സാമ്പിൾ പെൻസിൽ അല്ലെങ്കിൽ പെൻ അവർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ന്യായമായിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ലോജിക്കലി നമ്മൾ കോസ്റ്റിംഗ് ഒന്നും പഠിച്ചില്ലെങ്കിലും നമുക്ക് എന്തൊക്കെയായിരിക്കും കോസ്റ്റായിട്ട് വരുന്നത്? ആ സാധനം ഉണ്ടാക്കാൻ കുറച്ച് സാധനങ്ങൾ ആവശ്യം വരും, മെറ്റീരിയൽ വരും. പിന്നെ ഈ സാധനം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് നമ്മൾ വേജസ് കൊടുക്കേണ്ടി വരും, ലേബർ. ഇത് കൂടാതെ അല്ലറ ചില്ലറ എക്സ്പെൻസസ് എല്ലാം കൂടെ വരും. ഇതിൻ്റെ എല്ലാം കൂടെ കോമ്പിനേഷൻ ആയിരിക്കും നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്, ആണല്ലോ. ഇപ്പോൾ ഒരു സാധനത്തിൻ്റെ കോസ്റ്റ് 7 രൂപയാണെങ്കിൽ നമ്മൾ ആ സാധനം 7 രൂപയ്ക്കായിരിക്കുമോ കൊടുക്കുന്നത്? അല്ല. നമ്മുടെ ഒരു റീസണബിൾ പ്രോഫിറ്റ്, ഫോർ എക്സാമ്പിൾ ഒരു 3 രൂപയും കൂടെ ഇട്ട് 10 രൂപയ്ക്കായിരിക്കും നമ്മൾ ചിലപ്പോൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിലേക്ക് പിന്നീട് വരാം. എക്ക് മെറ്റീരിയൽ കോസ്റ്റ് 3 ബിക്ക് ലേബർ കോസ്റ്റ്, എക്ക് ലേബർ കോസ്റ്റ് 2, എക്സ്പെൻസസ് 1. ഒരു ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 6 രൂപ. അപ്പം എ ഒരു പേന ഉണ്ടാക്കാൻ അവർക്ക് 6 രൂപ കോസ്റ്റ് ആവുന്നുണ്ട്. ഈ പേന അവർ മാർക്കറ്റിൽ വിൽക്കുന്നത് 8 രൂപയ്ക്കാണെന്ന് വിചാരിക്കും. അപ്പം നമ്മൾ എത്ര പ്രോഫിറ്റിനാണ് വിൽക്കുന്നത്? 2 രൂപ പ്രോഫിറ്റിനാണ് വിൽക്കുന്നത്. ബിയെ സംബന്ധിച്ച് ബിയുടെ മെറ്റീരിയൽ കോസ്റ്റ് 2 രൂപയാണ്, ലേബർ കോസ്റ്റ് 3 രൂപയാണ്, എക്സ്പെൻസസ് 1. ഇവരുടെയും കോസ്റ്റ് പ്രൊഡക്ഷൻ എത്രയാണ്? 6. അയാളും വിൽക്കുന്നത് എത്രയാണ്? 8 രൂപയ്ക്ക്. അപ്പോൾ 2 പേർക്കും 2 രൂപ ലാഭം കിട്ടുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത് എക്സ്പെൻസസ് പോകുന്നതല്ലാണ്ട് 2 പേർക്കും ഒരേ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരേ ക്വാളിറ്റിയിലുള്ള പേനയാണ്. അപ്പോൾ മാർക്കറ്റിൽ ഇപ്പം എ വിചാരിക്കുക ഞാനൊരു 9 രൂപയ്ക്ക് വിറ്റ് 1 രൂപ എക്സ്ട്രാ പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അത് മാർക്കറ്റിൽ സെയിൽ ആവത്തില്ല. കാര്യം അതേ ക്വാളിറ്റിയിൽ 8 രൂപയ്ക്ക് പേന കിട്ടുമ്പോൾ നോർമലി ആൾക്കാർ അത് വാങ്ങിക്കത്തില്ല. അപ്പോൾ 8 റുപ്പീസിൽ ഇപ്പോൾ ഒരാൾക്ക് പ്രോഫിറ്റ് കൂട്ടാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രൈസ് കൂട്ടുക അല്ലെങ്കിൽ കോസ്റ്റിനെ കുറയ്ക്കുക എന്നുള്ളതാണ്.
ഇവിടെ അപ്പോൾ രണ്ടുപേർക്കും പ്രോഫിറ്റ് 2 ആണ്. അപ്പോൾ പ്രോഫിറ്റ് കൂട്ടണമെങ്കിൽ ഇപ്പോൾ വിചാരിക്കുക 9 രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല, സെയിൽ കുറഞ്ഞു പോകും. കാര്യം എന്ന് പറഞ്ഞാൽ അതേ ക്വാളിറ്റിയിലുള്ള പേന 8 രൂപയ്ക്ക് കിട്ടുകയാണ്. അപ്പോൾ 9 രൂപയ്ക്ക് ആരാ വാങ്ങിക്കുന്നത്? അപ്പോൾ നിങ്ങൾ ഈ കോസ്റ്റിനെ ഒന്ന് നോക്കിക്കേ. എക്ക് പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്താണ്? സെല്ലിംഗ് പ്രൈസ് എന്തായാലും കൂട്ടാൻ പറ്റത്തില്ല, അയാൾക്ക് കോസ്റ്റ് കുറയ്ക്കാം. അപ്പം നോക്കിക്കേ, ബിക്ക് റോ മെറ്റീരിയൽ 2 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അതേ ഇതിലേക്ക് ഇവർ 2 രൂപയിൽ എത്തിച്ചാൽ ഇവരുടെ കോസ്റ്റ് എത്രയായി കുറയും? 5 രൂപ. 8 രൂപയ്ക്ക് വിറ്റാലും അവർക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടും? 3 രൂപ. അപ്പോൾ കോസ്റ്റിംഗ് ചെയ്യുന്നത് ഇത്തരം ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കോസ്റ്റ് എങ്ങനെ കുറച്ച് കൊണ്ടുവരാം, നമ്മുടെ മാക്സിമം പ്രോഫിറ്റിൽ എങ്ങനെ എത്തിക്കാം, ഇതാണ് കോസ്റ്റിങ്ങിലേക്ക് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. ഈ ടോപ്പിക് അല്ലെങ്കിൽ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കോസ്റ്റ് ഷീറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ തന്നെ സിമ്പിൾ കോസ്റ്റ് ഷീറ്റ്, കോംപ്രിഹെൻസീവ് അല്ല, അത് നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും ഉണ്ടാവുക. സിമ്പിൾ കോസ്റ്റ് ഷീറ്റാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോസ്റ്റ് ഷീറ്റ് എന്താണ്? കോസ്റ്റ് ഷീറ്റ് അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ, കോസ്റ്റ് ഇൻഫർമേഷൻ ഈസ് പ്രസൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് എ കോസ്റ്റ് ഷീറ്റ്. ഫോർ ദിസ് പർപ്പസ് കോസ്റ്റ് ആർ കാറ്റഗറൈസ്ഡ് ആസ് അണ്ടർ. അതായത് നമ്മൾ ഒരു ഫോമാറ്റിൽ നമ്മുടെ കോസ്റ്റിനെ ഒരു പർട്ടിക്കുലർ സീക്വൻസിൽ എഴുതി ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് ഷീറ്റിനെ പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയണം. അപ്പോൾ നമ്മുടെ ടോട്ടൽ കോസ്റ്റിനെ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ടോട്ടൽ കോസ്റ്റിനെ. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പെന്നിൻ്റെ എക്സാമ്പിൾ തന്നെ ഇരിക്കട്ടെ. ഒരു പെൻ ഉണ്ടാക്കാൻ ഉള്ള ടോട്ടൽ കോസ്റ്റിനെ നമ്മൾ 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, ഡയറക്റ്റ് കോസ്റ്റ് എന്നും ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്നും. ഡയറക്റ്റ് കോസ്റ്റിനെ പിന്നെയും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്. ദെൻ ഇൻഡയറക്റ്റ് കോസ്റ്റിനെ പ്രൊഡക്ഷൻ ഓവർഹെഡ്, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇത്രയും മനസ്സിലായി. കോസ്റ്റ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിൻ്റെ കോസ്റ്റിനെ ഒരു പർട്ടിക്കുലർ സീക്വൻസിൽ ലോജിക്കൽ മാനറിൽ എഴുതി നമ്മൾ കോസ്റ്റ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും. അതിനാണ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിലുമായി ബന്ധപ്പെട്ട് കോസ്റ്റിനെ നമ്മൾ ജനറലി 2 കാറ്റഗറി ആയിട്ട് കാറ്റഗറൈസ് ചെയ്യും: ഡയറക്റ്റ് കോസ്റ്റ് എന്നും ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്നും. ഡയറക്റ്റ് കോസ്റ്റിൽ വന്നിട്ട് ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്, ലേബർ ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്. ഇൻഡയറക്റ്റ് കോസ്റ്റിൽ വന്നിട്ട് പ്രൊഡക്ഷൻ ഓവർഹെഡ് ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഉണ്ട്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഉണ്ട്. ഡയറക്റ്റ്ലി നമുക്ക് കോസ്റ്റ് ഷീറ്റിലേക്ക് പോവാം. ഫോമാറ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു പ്രോബ്ലമായിട്ട് ചെയ്തിരിക്കുക. അപ്പോൾ ഇതാണ് കോസ്റ്റ് ഷീറ്റ്. അതായത് കോംപ്രിഹെൻസീവ് അല്ല, സിമ്പിളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ കോസ്റ്റ് ഷീറ്റിൽ 100 യൂണിറ്റ്സ് പെൻ തന്നെ ആയിട്ട് 100 നമ്പേഴ്സ് പെൻസ് നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് ഫോമാറ്റ്. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യേണ്ടുന്നത് ഇങ്ങനെയാണ്. ആദ്യം പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കണം. പ്രൈം കോസ്റ്റിനോടൊപ്പം വേറെ കുറച്ച് എക്സ്പെൻസസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫാക്ടറി കോസ്റ്റ് കിട്ടും. ഫാക്ടറി കോസ്റ്റിനോട് കൂടി വേറെ ചില എക്സ്പെൻസസ് ആഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് പ്രൊഡക്ഷൻ കിട്ടും. അപ്പോൾ കോസ്റ്റ് പ്രൊഡക്ഷൻ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും 100 യൂണിറ്റ്സ് ഉണ്ടാക്കാൻ നമുക്ക് എത്ര രൂപയാവും, അല്ലെങ്കിൽ ഒരു യൂണിറ്റിന് നമുക്ക് എത്ര രൂപ കോസ്റ്റ് ആവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം, നമ്മൾ ഈ കാറ്റഗറൈസ് ചെയ്ത് എഴുതണമെങ്കിൽ നമുക്ക് ആദ്യം മനസ്സിലാവണം പ്രൈം കോസ്റ്റ് എന്താണ്. അപ്പോൾ ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് വേജസ് ഇത് ക്വസ്റ്റ്യനിലുണ്ടാവും. അതിൻ്റെ സമ്മാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? പ്രൈം കോസ്റ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസസ് എടുത്തെഴുതുക, എന്നിട്ട് അതിൻ്റെ ടോട്ടൽ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. അപ്പോൾ ഡയറക്റ്റ് കോസ്റ്റിനെ ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് വിച്ച് ആർ ഡയറക്ട്ലി അട്രിബ്യൂട്ടബിൾ ടു എ പ്രോഡക്റ്റ് ഓർ സർവീസ്. അതിൽ റോ മെറ്റീരിയൽ വരും, ലേബർ വരും, എക്സ്പെൻസ് വരും. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫർണിച്ചർ ഉണ്ടാക്കുന്നു.
അതിലുപയോഗിക്കുന്ന വുഡ് അത് ഡയറക്റ്റ് മെറ്റീരിയലാണ്. ആ ഫർണിച്ചർ ഉണ്ടാക്കാൻ നമ്മളൊരു കാർപ്പൻറ്ററെ വിളിച്ച് അയാൾക്ക് കൊടുക്കുന്ന ലേബർ അല്ലെങ്കിൽ വേജസ് അത് ഡയറക്റ്റ് ലേബറാണ്. അതുപോലെ തന്നെ ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റിന് വേണ്ടി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻസസ് ആണെങ്കിൽ അതിനെ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗറാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുക, നമ്മൾ ഒരു ഫാക്ടറി നടത്തുന്ന ആളാണ്. നമുക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഉണ്ടാക്കണം. ആദ്യം നമ്മൾ കുറേ റോ മെറ്റീരിയൽ വാങ്ങി, ആ റോ മെറ്റീരിയൽ ആൾക്കാരെ വെച്ച് നമ്മൾ പണിയെടുപ്പിച്ച് മറ്റ് എക്സ്പെൻസസ് ഒക്കെ മുടക്കി നമ്മൾ അതിനെ ഒരു പ്രോഡക്റ്റ് ആക്കാനുള്ള ശ്രമത്തിലാണ്. ഈ ഇത്രയും എക്സ്പെൻസസിനെ വെച്ചിട്ട് അത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. പ്രൈം കോസ്റ്റ് ഇനി റോ മെറ്റീരിയലും വേജസും എക്സ്പെൻസും കൂടാതെ ഇനി വരുന്ന എന്താണ്? റോ മെറ്റീരിയൽ വാങ്ങി റോ മെറ്റീരിയലായിട്ട് വെച്ചാൽ മതിയോ? അപ്പോൾ ഫാക്ടറിയിൽ ചിലപ്പോൾ മെഷീനൊക്കെ ഉപയോഗിച്ചായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫാക്ടറിയിൽ വരുന്ന എക്സ്പെൻസസ് ഉണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്ന ഒരു സെഷൻ വരും. ആ സെക്ഷനിൽ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. ഇപ്പം നമ്മൾ ലോജിക്കലി നമ്മൾ തിങ്ക് ചെയ്യണം. നമ്മൾ കുറച്ച് റോ മെറ്റീരിയൽസ് വാങ്ങി ആളെ വെച്ച് നമ്മുടെ ഫാക്ടറി കൊണ്ടുവന്ന് പണിയെടുപ്പിച്ചു. അതുവരെയുള്ള കോസ്റ്റിനെ നമ്മൾ ഫാക്ടറി കോസ്റ്റ് എന്ന് പറയാം. ഇത് കഴിഞ്ഞാൽ ഒരു ഫാക്ടറി ഉണ്ടേ പോലും അവിടെ ഒരു ഓഫീസ് ഉണ്ടാവും, അവിടെ ഓഫീസേഴ്സ് ഉണ്ടാവും, സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും, അല്ലെ മാനേജേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഓഫീസുമായി ബന്ധപ്പെട്ട കുറച്ച് എക്സ്പെൻസസ് കൂടെ വരും. അതിനെയും കൂടെ ആഡ് ചെയ്താലേ നമ്മുടെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം? കോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ 100 യൂണിറ്റാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ വന്നിട്ട് കോസ്റ്റ് പ്രൊഡക്ഷൻ എത്രയാണ് വന്നത്? 90. ഒരു പെൻ മാനുഫാക്ചർ ചെയ്യാൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അവർക്കായത് 90 ആണ്. 100 യൂണിറ്റ്സ് ആയതുകൊണ്ട് 9000. ദെൻ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് വെറുതെ വെച്ചിരുന്നാൽ മതിയോ? നമ്മൾ ഈ പ്രൊഡക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രോഡക്റ്റ് റോ മെറ്റീരിയൽ വാങ്ങുന്നത് മുതൽ അതിൻ്റെ ഒരു പ്രൈമറി പാക്കിംഗ് സ്റ്റേജ് വരെയുള്ള എല്ലാ എക്സ്പെൻസും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു പാക്ക് ചെയ്ത് നമ്മുടെ ഫാക്ടറിയിൽ വെച്ചിട്ട് കാര്യമുണ്ടോ? പിന്നീട് നമ്മൾ എന്നാ ചെയ്യണം? സെയിൽ ചെയ്യണം ഇതിനെ. അപ്പോൾ സെയിൽസുമായി ബന്ധപ്പെട്ട് സെയിൽസ്മാൻമാരുടെ സാലറി ഉണ്ടാവും, ഡെലിവറി വാൻസിൻ്റെ എക്സ്പെൻസസ് ഉണ്ടാവും, അഡ്വർടൈസ്മെൻ്റ് ഉണ്ടാവും, അങ്ങനെ പല എക്സ്പെൻസസ് വരും. അതിനെ എല്ലാം കൂടി പറയുന്ന പേരാണ് എന്ത്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്ന് പറയുന്നത്. അതുകൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. എന്ന് പറഞ്ഞാൽ 100 രൂപയാണ് ഒരു പെൻ ഉണ്ടാക്കി വന്നപ്പോൾ നമുക്ക് വന്ന കോസ്റ്റ് പ്രൊഡക്ഷൻ. അപ്പോൾ ഈ 100 രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റുമോ? അപ്പോൾ അവരെന്താണ് 125 രൂപയ്ക്കാണ് ഈ പേന വിറ്റത്. അപ്പോൾ ഒരു പെന്നിൻ്റെ പേരിൽ അവർക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടി? 25. അപ്പം ഇതെന്ന് പറഞ്ഞാൽ 2500 രൂപ 100 പെൻ വിൽക്കുമ്പോൾ അവർക്ക് കിട്ടും. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് നമ്മൾ ഒരു പ്രോഡക്റ്റിൻ്റെ സർവീസിൻ്റെ കോസ്റ്റ് ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് എഴുതി ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കോംപ്രിഹെൻസീവ് ലെവൽ എന്ന് പറയുമ്പം സ്റ്റോക്കും കൂടെയൊക്കെ വരുന്ന ഏരിയ ആയിരിക്കും. അത് നമ്മൾ നെക്സ്റ്റ് സെഷനിൽ പഠിക്കുന്നതായിരിക്കും. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. പ്ലീസ് like, share and subscribe my channel. Thank you very much.